ഈ വർഷത്തെ ക്രിസ്മസായി. ഇനി 25 ദിവസങ്ങൾ ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങളാണ്. ക്രിസ്മസ് എന്ന വാക്ക് നമ്മൾ ഓർമ്മ വയ്ക്കുമ്പോൾ തുടങ്ങി ഉപയോഗിക്കുന്ന ഒന്നാണ്. ക്രിസ്മസ് എന്നുള്ളത് ഓൾഡ് ഇംഗ്ലീഷിൽ പറയുക ക്രിസ്തെ മെസ്സെ എന്നാണ്. ക്രിസ്തെ മെസ്സെ എന്നാൽ ദ മാസ് ഇൻ ക്രൈസ്റ്റ് ഡേ എന്നാണ്. അപ്പോൾ ആ വാക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്യുക. ഏതാണ്ട് 11-ാം നൂറ്റാണ്ട് മുതലാണ് ഈ വാക്ക് ഉപയോഗിച്ച് തുടങ്ങിയത് എന്നാണ് വിശ്വാസം. ഏതാണ്ട് 4-ാം നൂറ്റാണ്ടിലാണ് ഡിസംബർ 25-ാം തീയതിയാണ് ക്രിസ്മസ് ആയി ആഘോഷിക്കാൻ ആഗ്രഹിച്ചു തുടങ്ങിയതും ആളുകൾ ചെയ്തു തുടങ്ങിയതും. അക്കാലത്തൊക്കെ ഇതൊരു ക്രിസ്മസ് എന്നല്ല പറഞ്ഞിരുന്നത് എങ്കിലും യേശുവിൻ്റെ ജനനം, ദ നേറ്റിവിറ്റി. ക്രിസ്മസ് എന്ന വാക്ക് നമുക്കറിയാം 2 പദങ്ങളാണ്. ക്രൈസ്റ്റ് മസ്, ക്രിസ്തെ മെസ്സെ. ക്രൈസ്റ്റ് നമുക്കറിയാം അഭിഷിക്തൻ, ദി അനോയിന്റഡ് വൺ. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പറഞ്ഞത് മുഴുവൻ ഈ ഒരു അഭിഷിക്തനെ കുറിച്ചാണ്. ഉപയോഗിച്ച വാക്കും അത് തന്നെയാണ്, അഭിഷിക്തൻ, ദി അനോയിന്റഡ് വൺ. മസ് എന്ന് പറഞ്ഞാൽ മെസ്സെ. മെസ്സെ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ മാസ് എന്ന് പറയും. ദ യൂക്കരിസ്റ്റിക് സർവീസ്, അതാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്രിസ്മസ് എന്ന വാക്കിന് മാസ് ഇൻ ക്രൈസ്റ്റ് ഡേ എന്ന് അർത്ഥം പറഞ്ഞത്. മറ്റൊരർത്ഥം പറയപ്പെടുന്നത് ഗ്രീക്ക് ഭാഷയിൽ മസ് എന്ന് പറഞ്ഞാൽ ജനനമെന്നാണ്. ക്രൈസ്റ്റ് മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജനനം. ദിദിമസ് എന്ന് തോമാസ് ലീഹായെ വിളിക്കുന്നത് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ദിദിമസ് എന്ന് വെച്ചാൽ ഇരട്ട ജനനം എന്നാണ്. അപ്പോൾ ക്രൈസ്തുമസ് എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ജനനം. ഇത് പല ഭാഷകളിൽ പല തരത്തിലുള്ള വാക്കുകളാണ് ഉപയോഗിക്കപ്പെടുന്നത്. ജർമാനിക് പീപ്പിൾ യുലേ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. ദാറ്റ് മീൻസ് ദ പീപ്പിൾ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഫീസ്റ്റ്. ആ ഫീസ്റ്റ് സാധാരണഗതിയിൽ വിൻ്റർ സീസണിലാണ് ഈ ഫീസ്റ്റ് നടത്തപ്പെടുന്നത്. സ്കാൻഡിനേവിയൻ പീപ്പിൾസൊക്കെയും ഇതിനെ ഒരു ലിറ്റർജിക്കൽ ക്രിസ്ത്യൻ ഫെസ്റ്റിവലാക്കി മാറ്റി എന്നുള്ളതാണ്. അത് പിന്നീട് ക്രിസ്മസ് ആയി ആഘോഷിച്ച് തുടങ്ങി എന്ന് ചില ചരിത്രകാരന്മാരൊക്കെ പറയുന്നു. സ്പാനിഷ് ഭാഷയിൽ ഇതിനെ നവിദാദ് എന്നാണ് വിളിക്കുക. ഇറ്റാലിയൻ ഭാഷയിൽ നതാലെ എന്നാണ്, ബോൺ നതാലെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഫ്രഞ്ച് ഭാഷയിൽ നൊയേൽ എന്നാണ് ഇതിന് പറയുക. ഇതെല്ലാം ക്രിസ്മസ് എന്ന പദത്തെ കുറിച്ച് പദം സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിനി 25 ദിവസങ്ങൾ ഈ ക്രിസ്തുമസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം യേശുവിൻ്റെ നേറ്റിവിറ്റിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഘടകങ്ങളാണ്. ഇപ്പോൾ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഏറ്റവും നല്ല ഒരു ഉത്സവമാണ് ദ ബർത്ത് ഓഫ് ജീസസ്. യേശുവിൻ്റെ ജനനം ആഘോഷിക്കുന്ന ഡിസംബർ 25. പിന്നെ അങ്ങോട്ടുള്ള ഈ 25 ദിവസങ്ങൾ ക്രിസ്തസ് മെസ്സേസ് 2024 പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഒരുങ്ങി യേശുവിൻ്റെ പിറവി നമുക്ക് ആഘോഷിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.